കയറ് പാമ്പേ, മര്യാദയ്ക്ക് ആ കുപ്പിയിലോട്ട് കയറ് പാമ്പേ. ഒരനുസരണയില്ല. എൻ്റെ പൊന്നെ, നിന്നെ അടിച്ചു കൊല്ലാനൊന്നുമില്ല, നിന്നെ അതിൻ്റെ അകത്ത് കയറ്റിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളയാം. ആ കുപ്പി മുഴുവൻ ഞാൻ ഓട്ടയിട്ട് വെച്ചിരിക്കുക. നീ ഞാൻ എൻ്റെ ഓട്ടയുടെ ഇടയിൽ കൂടെ നീ ഞങ്ങൾ ആക്രമിക്കാതിരുന്നാൽ മതി. കയറ് അങ്ങോട്ട്, അല്ലെങ്കിൽ അടിച്ച്. മോനെ, നീ ഇവിടെ തന്നെ ഇരുന്നോ? ഞാൻ പോയി എന്തെങ്കിലും പല്ലിയോ പാറ്റയോ എന്തെങ്കിലും പിടിച്ചോണ്ട് വരട്ടെ. ഇത് നിൻ്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ട് ആ മാളത്തിനകത്ത് വെച്ചിട്ട് പോയതല്ലേ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടോ വെളിയിൽ ഇറങ്ങി കളിക്കാനായിട്ട്? ഇതേ ചുമ്മാതല്ല, അനുസരണമല്ല. അതങ്ങനെയാ, മനുഷ്യക്കുട്ടികൾക്ക് പോലും അനുസരണമല്ല. അപ്പോഴാ പിന്നെ പാമ്പും കുട്ടികൾക്ക്. അയ്യോ, നിന്നെ തുറന്നു വിടാം. ശ്വാസം മുട്ടുന്നോ? അങ്ങോട്ട് നോക്ക്, എല്ലാ ചുറ്റും എല്ലാം ഓട്ടയിട്ട് വെച്ചിട്ടായിരിക്കുന്നത്. ഞാൻ നിന്നെ കൊണ്ട് വിടാം, നീ കിടന്ന് കരയാതെ മോങ്ങാതെ. അല്ല, എന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെക്കുറിച്ചൊരു പരദൂഷണമൊക്കെ ഉണ്ടല്ലോ. ആക്ച്വലി നിന്നെക്കുറിച്ചിട്ടല്ല, നിൻ്റെ പൂർവികരെ കുറിച്ചിട്ടാണ്. അല്ല, നിൻ്റെ അപ്പനോ ആരോ മരത്തിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറിയെന്നോ, അവിടെ ദൈവം കഴിക്കണ്ടെന്ന് പറഞ്ഞ് എന്തോ ഒരു സാധനത്തിനെ കയറി കഴിച്ചെന്നോ, അങ്ങനെ സംതിങ് എന്തോ ശാപം എന്തോ കിട്ടിയിട്ടാണ് ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നതെന്നോ. അല്ല, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? അപ്പൊ നിന്റെ പൂർവിക പിതാവ് സംസാരിച്ചിട്ടില്ല എന്നാണ് നീ പറയുന്നത്? അത് ശരിയാ. നീ അധികം വിഷമിക്കുകയൊന്നും വേണ്ട. കാരണം നിനക്കിപ്പോൾ ഒരു സ്ഥലത്ത് ചീത്ത പേരാണെന്നുണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്ത് വന്നിട്ട് നല്ല പേരുണ്ടേ. അത് മറ്റേ ശിവൻ, അദ്ദേഹത്തിൻ്റെ തലയിൽ നീയല്ലേ? ഓ, ഓക്കെ, അതെല്ലാം പോട്ടെ മക്കളെ. നിന്റെ പേരെന്നാ? അല്ല, ഈ മനുഷ്യന്മാർക്ക് ജാതി മതമൊക്കെ ഉണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാ. നിനക്കിനി അങ്ങനെ വല്ലതും ഉണ്ടോന്ന്. എന്താ നിന്റെ പേര്? കുഞ്ഞിക്കണ്ണനെ, കൊള്ളാലോ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഉണ്ടോ? കൊള്ളാലോ. ഇതിൻ്റെ അച്ഛൻ്റെ പേരെന്താ? മമ്മൂട്ടിയാ? ഓ, മമ്മദൂട്ടി. മമ്മദൂട്ടിയാ നിന്റെ അച്ഛൻ്റെ പേരാ? അപ്പം നിന്റെ അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് മറിയക്കുട്ടിയാ? അപ്പോൾ നിന്റെ അനിയൻ്റെ പേര്? ബൽവേന്ദ്ര സിംഗാ? കൂട്ടത്തോടെ എല്ലാം വട്ടി തന്നെയല്ലേ, മനുഷ്യന്മാരെ താമസിക്കുന്ന സ്ഥലമല്ലേ. അല്ല, ശ്വാസമൊക്കെ കിട്ടുന്നുണ്ടല്ലോ? ഓ, നന്നായി. അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഈ മനുഷ്യന്മാർ കാണിക്കുന്ന സ്വഭാവം നീ കാണിക്കരുത്. ഈ തുറന്ന് വിട്ട് കൊടുക്കാൻ പോകുമ്പോൾ, അതായത് രക്ഷിക്കാൻ പോകുമ്പോഴത്തേനും മനുഷ്യന്മാർക്കൊരു സ്വഭാവമുണ്ട്, തിരിച്ചു കൊത്തുന്നത്. ആ സ്വഭാവം എങ്ങനെങ്കിലും കാണിച്ചോ? ഓക്കെ, ശരി, വാ കുഞ്ഞുണ്ണി. കുഞ്ഞുണ്ണിയല്ല, എന്തുവാ, കൊച്ചുണ്ണിയോ? എന്തുണ്ണിയാണെന്നുണ്ടെങ്കിൽ വാ, കൊണ്ടുവന്ന് തുറന്നു വിടാം. ഓടിക്കും അമ്മ ഇട്ടിട്ടങ്ങ് ഒറ്റ ഓട്ടം. അമ്മ തോന്നിട്ടാ ഓടിയാ മതി. ആരും തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ പാമ്പിനെ ഉപദ്രവിച്ചതോ എടുത്തതോ ഒന്നുമല്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു പാമ്പ് കയറി പോകുന്നത് കണ്ടു. അപ്പോൾ അവിടെ പ്രായം ചെന്ന ചില വ്യക്തികളുണ്ട്. ഇൻ കേസ് കാണാതെ എങ്ങടെങ്കിലും ഒന്ന് ചവിട്ടുവാണെങ്കിൽ കൊത്തെന്തായിരുന്നാലും കൊള്ളും. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ അവിടെ കയറി അതിനെ ജസ്റ്റ് ഒരു ബോട്ടിലാക്കിയിട്ട് കൊണ്ട് കളയുന്ന വഴിക്ക് ഉണ്ടായ ഒരു ചെറിയ ആശയം വെച്ച് ചെയ്തിട്ടേ ഉള്ളൂ. അതിനെ ഉപദ്രവിച്ചിട്ടോ ഒന്നുമില്ല. അത് നമ്മളെപ്പോലെ ജീവനുള്ള ഒരു വസ്തു തന്നെയാണ്. സുരക്ഷിതമായിട്ട് അതിനെ ഓപ്പണാക്കി വിട്ടിട്ടുണ്ട്. സോ തെറ്റിദ്ധരിക്കരുത്.